വെൽക്കം ബാക്ക് ടു ഇൻഫിനിറ്റി ഫാക്ടർ. ഇന്നത്തെ നമ്മുടെ വീഡിയോ PSC DME സിലബസിലെ മൊഡ്യൂൾ 1-ലെ അനാട്ടമി ആൻഡ് ഫിസിയോളജി ഓഫ് ലിംഫാറ്റിക് സിസ്റ്റമാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ലിംഫാറ്റിക് സിസ്റ്റം. The lymphatic system is connected to the circulatory system. It consists of capillaries, vessels, ducts and nodes. This system transports lymph one way, back to the bloodstream. There is no pump, but the lymph moves via skeletal muscle action, respiratory movement and contraction of smooth muscle in vessel walls. ലിംഫാറ്റിക് സിസ്റ്റം എന്ന് പറയുമ്പോൾ സർക്കുലേറ്ററി സിസ്റ്റവുമായിട്ട് കണക്റ്റഡ് ആണ്. ഇതിനകത്ത് ക്യാപ്പിലാരീസ്, വെസൽസ്, ഡക്ട്സ്, നോഡ്സ് ഇവയൊക്കെ കാണപ്പെടുന്നുണ്ട്. പിന്നെ ഇത് ലിംഫിനെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു, തിരിച്ച് ബ്ലഡ് സ്ട്രീമിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നു. ഇവിടെ ഈ ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത് പ്രത്യേകിച്ച് ഒരു പമ്പിങ് ആക്ഷനോ സർക്കുലേറ്ററി സിസ്റ്റത്തിനോട് പമ്പിങ് ആക്ഷനോ അങ്ങനെയൊന്നുമല്ല. ഒന്നെങ്കിൽ സ്കെലറ്റൽ മസിൽ ആക്ഷൻ കൊണ്ട്, അല്ലെങ്കിൽ റെസ്പിറേറ്ററി മൂവ്മെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ കൺട്രാക്ഷൻ ഓഫ് സ്മൂത്ത് മസിൽ ഇൻ വെസൽ വോൾസ്. ഇതിൻ്റെയൊക്കെ ഹെൽപ്പ് കൊണ്ടാണ് ഈ മൂവ്മെൻറ്റ് ട്രാൻസ്പോർട്ടേഷൻ നടക്കുന്നത്. What is lymph? Lymph is the clear, colorless, alkaline fluid that occupies the space between all cells of the body. The term for this is interstitial fluid, and it is similar to the blood plasma. It is 95% water. It receives in and out through the walls of very small vessels called capillaries. അന്നേരം ലിംഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ലിയർ ആണ്, കളർലെസ് ആണ്, ആൽക്കലൈൻ നേച്ചറാണ്. ഇത് നമ്മുടെ ബോഡിയിൽ ഓരോ സെല്ലുകൾക്കിടയിലായിട്ടാണ് കാണപ്പെടുന്നത്. അതുകൊണ്ട് ഇതിനെ ഇൻറ്റർസ്റ്റിഷ്യൽ ഫ്ലൂയിഡ് എന്നറിയപ്പെടുന്നു. ഇത് ബ്ലഡ് പ്ലാസ്മയുമായിട്ട് സിമിലർ ആണ്. 95% വാട്ടർ കാണപ്പെടുന്നുണ്ട്. ഫങ്ഷൻസ് ഓഫ് ദി ലിംഫാറ്റിക് സിസ്റ്റം. The lymphatic system has three primary functions. First one, transport protein and fluid lost by capillary seepage back to the bloodstream. Second, participate in the body's immune response. Third one is the pathway for the absorption of fats from the small intestine into the bloodstream. അന്നേരം ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് പ്രോട്ടീനെയും ഫ്ലൂയിഡ്സിനെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നു. ബോഡിയുടെ ഇമ്മ്യൂൺ റെസ്പോൺസിൽ പാർട്ടിസിപ്പേഷൻ ഉണ്ട്. പിന്നെ ഫാറ്റ് അബ്സോർപ്ഷന് ഹെൽപ്പ് ചെയ്യുന്നു. What is the functions of lymph nodes? Lymph nodes are filters, slowing down and cleaning the lymph before returning it to the blood. ലിംഫ് നോഡ് എന്താണ്? ഒരു ഫിൽറ്റർ ആയിട്ട് ആക്ട് ചെയ്യുന്നു. ലിംഫിനെ ക്ലീൻ ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Lymph node trap and sometimes become swollen with the bacteria that has invaded the body and the white blood cells that fight that bacteria. Accessory organs to the lymphatic system. First one, spleen. The spleen is a soft, dark purple organ found in the upper left portion of the abdomen and surrounded by blood and lymph vessels. The red pulp of the spleen removes old red blood cells from the blood supply. The white pulp of the spleen removes, stores and produces white blood cells, lymphocytes. നേരം സ്പ്ലീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? സോഫ്റ്റ് ഓർഗനാണ്. ഡാർക്ക് പർപ്പിൾ നിറത്തിലാണ് കാണപ്പെടുന്നത്. ഇത് അപ്പർ ലെഫ്റ്റ് പോർഷൻ ഓഫ് ദ അബ്ഡോമിനൽ റീജിയനാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനെ സറൗണ്ട് ചെയ്ത് ധാരാളം ബ്ലഡ് വെസൽസും അതുകൂട്ട് തന്നെ ലിംഫ് വെസൽസും ഒക്കെ ഉണ്ട്. ഓക്കെ. If the spleen is severely damaged, it can be removed surgically with a procedure called splenectomy. The majority of its functions are taken over by the liver. The individual will have an increased susceptibility to infection due to the loss of immune function. എന്ന് പറയുമ്പം സ്പ്ലീനൊക്കെ ചില സമയത്ത് സിവിയറായിട്ട് ഡാമേജ് ആവുന്ന സമയത്ത് എന്താണ്? സർജറി ചെയ്യും. അതിന് പറയുന്ന പേരാണ് സ്പ്ലിനെക്ടമി. സർജിക്കൽ പ്രൊസീജിയർ എന്ന് പറയുന്ന പേരാണ് സ്പ്ലിനെക്ടമി. പിന്നെ അന്നേരം ഇതിൻ്റെ മേജർ ഫങ്ഷൻസും ആരായിട്ടെടുക്കും? ലിവർ ഏറ്റെടുക്കുന്നു. ഓക്കെ. ഇങ്ങനെയുള്ള പേഷ്യൻസിൻ്റെ കേസിൽ ഇമ്മ്യൂണിറ്റി കുറവായിരിക്കാം. കൂടുതൽ ചാൻസ് ഉണ്ടെന്നാണ്, ഇൻഫെക്ഷനൊക്കെ എപ്പോഴും ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ്. നെക്സ്റ്റ് അക്സസറി ഓർഗൻ ഈസ് ടോൺസിൽസ്. The tonsils are located in masses of tissue in the back of the throat. They filter bacteria and produce white blood cells. Tonsils are sometimes removed. If they become so large, they can cause obstruction or they are chronically inflamed. ടോൺസിൽസ് എന്ന് പറയുമ്പോൾ നമുക്കറിയാമല്ലോ, ത്രോട്ടിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതെന്താണ്? ബാക്ടീരിയ ഒക്കെ ഫിൽറ്റർ ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇത് വൈറ്റ് ബ്ലഡ് സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ. ഈ ടോൺസിൽസും സംടൈംസ് റിമൂവ് ചെയ്യും എന്ന് പറഞ്ഞു കഴിയുമ്പം ഇത് ഭയങ്കരമായിട്ട് ഇൻഫ്ലെയിംഡ് ആവുന്ന സിറ്റുവേഷൻസിൽ അത് ഒബ്സ്ട്രക്ഷൻ ഉണ്ടാകും. ഓക്കെ. ഒബ്സ്ട്രക്ഷൻ ഉണ്ടാക്കുന്നു. ആ സിറ്റുവേഷനിലൊക്കെയാണിത് റിമൂവ് ചെയ്യുന്നത്. നെക്സ്റ്റ് അക്സസറി ഓർഗൻ ഈസ് തൈമസ് ഗ്ലാൻഡ്. The thymus gland is usually considered as part of the endocrine system, but it is actually part of the lymphatic system due to its appearance and function. It manufactures one specific type of infection-fighting lymphocytes. They are called T cells. ഓക്കെ. തൈമസ് ഗ്ലാൻഡ് എന്ന് പറയുമ്പോൾ നോർമൽ നമ്മൾ കേൾക്കുമ്പോൾ എന്താണ് വിചാരിക്കുന്നത്? എൻഡോക്രൈൻ സിസ്റ്റത്തിൽ വരുന്നതാണെന്നാണ്. പക്ഷേ ഇത് ശരിക്കും ലിംഫാറ്റിക് സിസ്റ്റത്തിൻ്റെ അണ്ടറിൽ തന്നെ വരുന്നതാണ്. ഇതിൻ്റെ ആ ഒരു അപ്പിയറൻസും അതുപോലെ തന്നെ ഇതിൻ്റെ ഫംഗ്ഷനും ഒക്കെ തന്നെ എന്താണ്?
ഇത് ലിംഫാറ്റിക് സിസ്റ്റത്തിൽ തന്നെ വരുന്നതാണ്. ഓക്കെ, ഇതെന്ന് പറഞ്ഞു കഴിയുമ്പം ഒരു പ്രത്യേക തരത്തിലുള്ള ടി സെൽസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന സെൽസിന് പറയുന്ന പേരാണ് ടി സെൽസ്. ഇത് നമ്മുടെ ബോഡിയിൽ ഇമ്മ്യൂണിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുള്ളായി കാണുമെന്ന് കരുതുന്നു. ഇനിയുള്ള ദിവസങ്ങളിലും സിലബസ് അനുസരിച്ച് ടോപ്പിക് വൈസ് നമ്മൾ വീഡിയോസ് ചെയ്യുന്നതായിരിക്കും. ഈ ചാനൽ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്